ലോകത്തൊരു പെണ്ണും വിവാഹശേഷം തൻ്റെ പൂർവ്വകാമുകനെ കാണാൻ ആഗ്രഹിക്കുകയില്ല. മാത്രമല്ല, ഇനി അഥവാ യാദൃശ്ചികമായി കണ്ടാൽ തന്നെ അവിടുന്ന് മെല്ലെ മാറുകയോ മറ്റെന്തെങ്കിലും മറയാക്കി മറഞ്ഞു നിൽക്കുകയോ മാത്രമേ ചെയ്യൂ. എന്നിട്ടും 12 വർഷങ്ങൾക്കിപ്പുറം അവൾക്കെന്നെ ഒരിക്കൽ കൂടി കാണണമത്രേ. ഒരേയൊരു പകൽ മാത്രം തമ്മിൽ പഴയതുപോലെ ചെലവഴിച്ചാലോ എന്നതാണ് ഓഫർ. ഒരു രഹസ്യ സമാഗമം. അവളുടെ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊരു സംശയം. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾക്ക് എന്തോ ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട്. അതല്ലാതെ ഇത്രയും വർഷത്തിനിപ്പുറം വീണ്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അവൾ വെറുതെ പ്ലാൻ ചെയ്തതാവില്ല എന്നുറപ്പാ. ഒന്നുകിൽ അവളുടെ ജീവിതം ഞാനില്ലാതെയും സുഖകരവും സന്തോഷവുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഇതുവരെ നേടിയതും സ്വന്തമാക്കിയതുമെല്ലാം അക്കമിട്ട് നിരത്തി അന്നവൾ എന്നോട് ചെയ്തതെല്ലാം അവളുടെ ജീവിതത്തിൽ ശരിയായിരുന്നു എന്ന് കാണിക്കാൻ. കുറച്ചു നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞാനും അവളെ കാണാൻ തീരുമാനിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരിക്കൽ കൂടി അവളെ കാണാനൊരു മോഹം. എന്തെങ്കിലും കെണിയും കൊണ്ടാവും അവൾ വരികയെന്ന് അറിയാമായിരുന്നിട്ടും അവളെ കാണാൻ തീരുമാനിച്ചത് മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉറക്കിക്കെടുത്തിയ പ്രണയത്തിൻ്റെ ആ പഴയ പൂക്കാലം വീണ്ടും തളിരിട്ടു. അവളുമായി പ്രണയിച്ചിരുന്ന കാലത്ത് കേട്ടിരുന്ന ശ്രുതിമധുരമായ പാട്ടുകൾ ഞാൻ വീണ്ടും കേട്ടു. ആ പാട്ടുകൾക്കെല്ലാം ആ കാലത്തെയും ദിവസത്തെയും പോലും അതേ ആവേശത്തോടെ തിരിച്ചു നൽകാനാവുമെന്ന് കാലം തെളിയിച്ചു തന്നു. അല്ലെങ്കിലും വേർപിരിക്കാനും വെട്ടിമുറിക്കാനുമൊക്കെയല്ലേ പലർക്കും പറ്റൂ. അതല്ലാതെ അന്ന് പരസ്പരം തമ്മിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ അനുഭൂതിയെ മാത്രം നമ്മളിൽ നിന്ന് അടർത്തി മാറ്റാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ. വീണ്ടും കണ്ടുമുട്ടാൻ പഴയ അതേ ഇടങ്ങൾ തന്നെയാണ് വീണ്ടും ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതിൽ എൻ്റേതായ ഒരാഗ്രഹ പൂർത്തീകരണം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ നാട്ടിൽ ബ്രൂ കോഫി കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ അവളോടൊത്തിരുന്ന് ഒരു കാപ്പി കുടിക്കണം എന്നൊരാഗ്രഹം മാത്രം അന്ന് സാധിച്ചില്ല. നടക്കില്ലെന്ന് കരുതി കൈവിട്ട ആ മോഹം പിന്നെയും തന്നെ തേടി വന്നിരിക്കുന്നു. അങ്ങനെ ഇന്നതും സാധ്യമായിരിക്കുന്നു. ഇന്ന് അവളോടൊത്ത് അതേ ഇടത്ത് നിന്ന് കാപ്പി കുടിക്കുന്നതിനിടയിലും ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ 18 വയസ്സുകാരിയിൽ നിന്ന് ഇപ്പോഴത്തെ 30 വയസ്സുകാരിയിലേക്ക് എത്തിയപ്പോൾ അവളുടെ കുട്ടിത്തമെല്ലാം നഷ്ടമായിരിക്കുന്നു. ഇപ്പോഴവളെ ഒരു സ്ത്രീ എന്ന് പറയുന്നതായിരിക്കും ശരി. എനിക്ക് അംഗീകരിക്കാൻ എന്തോ ആവുന്നില്ല, ഇത് പഴയ അവൾ തന്നെയാണെന്ന്. അതിനിടയിലും ഞാൻ അവളോട് ചോദിച്ചു, ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും എന്താ എന്നെ കാണണമെന്നൊരു മോഹം? അതിനവൾ പറഞ്ഞ മറുപടി, ഇന്നുച്ചയ്ക്ക് 3 മണി വരെ നമുക്ക് സമയമുണ്ടല്ലോ, സാവധാനം പറയാം. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. പഴയ വഴികളിലൂടെയെല്ലാം വീണ്ടും ഞങ്ങൾ നടന്നു. ആർക്കും ലഭിക്കാത്ത ഒരു അപൂർവതയായിട്ടാണ് എനിക്കിതെല്ലാം തോന്നിയത്. സമയം മെല്ലെ കടന്നുപോയി. സംസാരിച്ചതെല്ലാം വിവാഹശേഷം നടന്ന അവളുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു. ഉച്ചയോടെ ഞങ്ങൾ പോയത് ഒരു ഉടുപ്പി ഹോട്ടലിലേക്കായിരുന്നു. ഊണിനൊപ്പം സ്പെഷ്യലായി തൈര് കൊണ്ടുവച്ചപ്പോൾ തന്നെ അവൾ അത്ഭുതം കൂറി. അത് കണ്ടപ്പോൾ പോക്കറ്റിൽ ഞാൻ കരുതിയ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടുമാങ്ങ അച്ചാറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അവളുടെ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അവളൊന്ന് ഞെട്ടി. അവൾക്ക് ഏറ്റവും പ്രിയമുള്ളതായിരുന്നു അതെല്ലാം. പിന്നെ ഹോട്ടലുകളിൽ കടുമാങ്ങ അച്ചാർ പൊതുവെ കിട്ടാറില്ലല്ലോ, അതാ ഞാനത് പുറത്തുനിന്ന് വാങ്ങി കയ്യിൽ വെച്ചത്. അവളുടെ ഇഷ്ടങ്ങളായ ചോറും തൈരും കടുമാങ്ങ അച്ചാറും ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്നതായിരുന്നു അവളുടെ കണ്ണിലെ വലിയ അത്ഭുതം. അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ തന്നെ മറന്നിട്ട് വളരെയധികം കാലമായെന്ന്. ഇപ്പോൾ എല്ലാം ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഇഷ്ടങ്ങൾ മാത്രമാണെന്ന്. അതിന് മറുപടിയായി ഞാൻ ചോദിച്ചു, അതിൽ ഞാനും പെടില്ലേ? ആ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അത് കേട്ട് ഒന്നു മൗനമായെങ്കിലും അവൾ എന്തോ ഓർത്തെടുത്ത പോലെ എന്നെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ എന്നോട് ചോദിച്ചു, കുറച്ചു കാലമായി ഒരു ചോദ്യം എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാനത് ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാൻ അവളെ തന്നെ നോക്കി. എന്നിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നിന്നോട് സത്യസന്ധമായിരിക്കാനാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അത് കേട്ടതും അവൾ എന്നോട് ചോദിച്ചു, നിൻ്റെ ഉള്ളിൽ എന്നോടുള്ള ആ പഴയ ഇഷ്ടം ഇപ്പോഴും അതേപടി നിന്നിലുണ്ടോ? അപ്പോൾ അതാണ് കാരണം. അവൾക്കറിയേണ്ടതും അതാണ്.
അല്ലെങ്കിലും ഈ ഒരു സംശയം എല്ലാവരിലും ഉള്ളതാണ്. തങ്ങൾ തന്നെ സ്വയം വലിച്ചെറിഞ്ഞു കളയുന്നതാണെങ്കിലും അവർക്കുള്ളിൽ ഇപ്പോഴും താനുണ്ടോ എന്നറിയാനുള്ള ഒരു അടങ്ങാത്ത വെമ്പൽ. കാലം കൂടുന്തോറും അതറിയാനുള്ള ആകാംക്ഷയും അവരിൽ പതിന്മടങ്ങായി വർദ്ധിക്കും. അവർക്ക് തന്നെ അറിയാം നമ്മുടെ മറുപടി എന്തായിരിക്കുമെന്നും. അവരെ മറന്നോ മറികടന്നോ മറ്റൊരാൾ നമുക്കുള്ളിൽ ആ സ്ഥാനം സ്ഥാപിക്കില്ല എന്നും. എന്നാലും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ അവർക്കത് കേൾക്കണം. എൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്ന അവളെ നോക്കി ഞാൻ പറഞ്ഞു, പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മറുപടി തരാമെന്ന്. അവശേഷിക്കുന്ന സമയം അത്രയും അവൾ കഴിക്കുന്നത് നോക്കി ഞാനും, ഞാൻ കഴിക്കുന്നത് നോക്കി അവളും വെറുതെ പുഞ്ചിരി തൂകിയിരിക്കുകയായിരുന്നു. സംസാരങ്ങളെല്ലാം പാതി വഴിയിൽ മുറിഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും സമയം വളരെ പെട്ടെന്ന് കടന്നുപോയി. സമയം 3 മണിയായി. അതോടെ പറഞ്ഞ സമയം അവസാന നിമിഷങ്ങളിലേക്കെത്തി. വീണ്ടും തമ്മിൽ പിരിയാനായി ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പുറത്തിറങ്ങിയതോടെ അവൾ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. ഞാൻ അപ്പോൾ അവളോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, അത് കേട്ടതിന് ശേഷം നിനക്ക് തീരുമാനിക്കാം, പോരെ? അവൾ തലയാട്ടി അതിന് സമ്മതമറിയിച്ചു. നീ പോയതിനു ശേഷമുള്ള 2 വർഷം എനിക്കെല്ലാത്തിനോടും വെറുപ്പായിരുന്നു. മാത്രമല്ല ലോകത്തുള്ള ഒരു പെണ്ണിനെയും വിശ്വാസവും ഇല്ലാതായി. അവൾ കാൺകെ ഞാൻ മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടി അവിടെ ഒരു കാറിൻ്റെ അടുത്ത് സാരി ഉടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നതെന്നും അവൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളിൽ നിന്നും ഇറങ്ങി എൻ്റെ ഭാര്യ ദുർഗയിലേക്ക് നടന്നു. ഞങ്ങൾ പോകുന്നതും നോക്കി അവൾ അവിടെ തന്നെ നിന്നു. എന്തായാലും അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൾക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നുറപ്പാണ്. അവൾ വന്നത് ഭർത്താവ് അറിയാതെയാണെങ്കിൽ ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് അവൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കും. കാരണം കാമുകി ഒരു കളവാണ്, ഭാര്യ ഒരു സത്യവും.